രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും നിരവധി സമരങ്ങൾ നടത്തുന്നത് നാം കണ്ടിട്ടുണ്ട്. റോഡ് ഉപരോധം, വഴിതടയൽ പോലുള്ള സമരങ്ങൾ സർവ്വസാധാരണവുമാണ്. റോഡുകൾ കീഴടക്കിയുള്ള മാർച്ചുകളും പ്രകടനങ്ങളും എല്ലാം കാരണം ഒന്നുമറിയാത്ത സാധാരണ യാത്രക്കാരാണ് പെരുവഴിയിലാകുന്നത്. ചിലപ്പോൾ മണിക്കൂറുകളോളം ജനങ്ങൾ വഴിയിലകപ്പെട്ടു പോകാറുണ്ട്. അതിനെതിരെ ആരെങ്കിലും പ്രതികരിച്ചാൽ അവനെ തൊഴിലാളി വിരോധിയായും ബൂർഷ്വയായും ഒക്കെ ചാപ്പ കുത്തിക്കളയും മാർക്സിസ്റ്റ് പാർട്ടികൾ. സാധാരണക്കാരെക്കുറിച്ച് വലിയ വായിൽ പറയുകയും എന്നാൽ ഇത്തരത്തിലുള്ള സമരങ്ങളിലൂടെ ജനങ്ങൾ വലയുന്നത് കണ്ടാൽ അതൊന്നും വലിയ കുഴപ്പമില്ല എന്ന മട്ടിൽ നടക്കുകയും ചെയ്യുകയാണ് ഈ നേതാക്കളുടെ പതിവ്. റോഡ് തടഞ്ഞാൽ ആരാണ് ചോദിക്കാൻ എന്ന ഭാവമാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും. അവർക്കുള്ള ഒന്നാന്തരം മറുപടിയാണ് ഇന്നലെ തിരുവനന്തപുരം 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി നൽകിയിരിക്കുന്നത്. റോഡ് ഗതാഗതം തടസ്സപ്പെടുത്തി സമരം ചെയ്ത CPM നേതാക്കളെ കോടതിയിൽ നിർത്തിപ്പൊരിച്ചതാണ് ഇന്നലെ കേരളം കണ്ടത്. CPMന്റെ മുൻ MLA PP ചിത്തരഞ്ജൻ ഉൾപ്പെടെ 3 നേതാക്കളെ കോടതി പിരിയും വരെ കോടതിയിൽ നിർത്തിയായിരുന്നു മാതൃകാപരമായ മജിസ്ട്രേറ്റ് ശിക്ഷിച്ചത്. 2025 ജനുവരി 17 നടന്ന സംഭവത്തിലാണ് കോടതിയുടെ ഈ നടപടി. കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയന്റെ നേതൃത്വത്തിൽ ഒരു മാർച്ച് നടന്നു. സഹകരണ ആശുപത്രി ജീവനക്കാരെ സംരക്ഷിക്കുക, അവരുടെ ശമ്പളം പരിഷ്കരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉയർത്തിയായിരുന്നു സഹകരണ മേഖലയിലെ CPM അനുകൂല സംഘടനയുടെ മാർച്ച്. പാളയം രക്തസാക്ഷി മണ്ഡപം മുതൽ സെക്രട്ടേറിയറ്റ് വരെയായിരുന്നു മാർച്ച് സംഘടിപ്പിച്ചത്. സർവ്വസമയവും തിരക്കും ട്രാഫിക് ബ്ലോക്കുമുള്ള ഒരു റോഡാണ് സെക്രട്ടേറിയറ്റിന് മുന്നിലൂടെയുള്ളത്. അവിടെ സമരം കൂടി വന്നാൽ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. മെയിൻ റോഡിൽ ഏറെ സമയം ഗതാഗതം തടസ്സപ്പെട്ടു. റോഡിൽ ഗതാഗത തടസ്സം ഉണ്ടാക്കിയതിന് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. അന്ന് MLA ആയിരുന്ന PP ചിത്തരഞ്ജന് പുറമെ സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറി PM വാഹിദ്, പ്രസിഡന്റ് MK രാമചന്ദ്രൻ എന്നിവരായിരുന്നു പ്രതികൾ. കേസിൽ വിചാരണ നടപടികൾ പൂർത്തിയായതിന് പിന്നാലെയാണ് ഇന്നലെ 3 പ്രതികൾക്കും കോടതി ശിക്ഷ വിധിച്ചത്. കോടതി പിരിയും വരെ കോടതിയിൽ നിൽക്കണമെന്നും 1600 രൂപ വീതം പിഴ ഒടുക്കണമെന്നുമായിരുന്നു ശിക്ഷ. 3 പേരും ശിക്ഷ അനുഭവിച്ചാണ് വൈകിട്ട് മടങ്ങിയത്. വിധിച്ചത് നിൽപ്പ് ശിക്ഷയാണെങ്കിലും താൻ കോടതിയിൽ ഇരിക്കുകയായിരുന്നു എന്നാണ് ചിത്തരഞ്ജൻ പറഞ്ഞത്. പ്രതിക്കൂടിനടുത്ത് കസേരയുണ്ടായിരുന്നു, അതിൽ 4:45 വരെ ഇരുന്നു, അതിനുശേഷം താൻ മടങ്ങി എന്നാണ് മുൻ MLA പറയുന്നത്. ഇരുന്നതായാലും നിന്നതായാലും ഇത് മാതൃകാപരമായ ശിക്ഷ തന്നെയാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. റോഡുകൾ കൈയടക്കി പൊതുജനങ്ങൾക്ക് ശല്യമാകുന്ന രീതിയിൽ സമരം ചെയ്യുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കുമുള്ള മുന്നറിയിപ്പായി വേണം ഈ വിധിയെ കാണാൻ. ഈ വർഷം ആദ്യം സമാനമായ ഒരു കേസിൽ കോൺഗ്രസിന്റെ MP ആയ ഷാഫി പറമ്പിലിനും ഇത്തരമൊരു ശിക്ഷ അനുഭവിക്കേണ്ടി വന്നിരുന്നു. 2022 ജൂൺ 24 പാലക്കാട് ദേശീയപാത ഉപരോധിച്ചെന്ന കേസിലായിരുന്നു ഷാഫിക്ക് പാലക്കാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് ശിക്ഷ കിട്ടിയത്. കേസിൽ തുടർച്ചയായി കോടതിയിൽ ഹാജരാകാഞ്ഞതിനെ തുടർന്ന് കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചു. തുടർന്ന് കോടതിയിലെത്തി വൈകിട്ട് വരെ നിന്ന് 1000 രൂപ പിഴയും അടച്ചാണ് അന്ന് ഷാഫി മടങ്ങിയത്.